ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഇതിന് ഇറാൻ നൽകുന്ന തിരിച്ചടി അത് അമേരിക്ക പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കാണ്. രണ്ടാം നിര നേതൃത്വം അവിടെ ഭരണത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. അവർ GCC രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. കൃത്യമായി പറഞ്ഞാൽ ഹോർമൂസ് കടലിടുക്ക് അവരുടെ നിയന്ത്രണത്തിലായി. ഇതുവഴി ഒരു കപ്പൽ ഗതാഗതം നടക്കുന്നില്ല. എണ്ണ വ്യാപാരം തടസ്സപ്പെടുന്നു. എണ്ണ വില ഡോളറിന് 80 എന്നതിൽ ബാരലിന് 80 ആയിരുന്നത് 88 അത് 90 ആവും 100 ആവും. അങ്ങനെ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു കുലുക്കാൻ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ രണ്ടാം നിര നേതൃത്വത്തിനും സാധിക്കുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിൽ പറഞ്ഞത് ഐ ഗോട്ട് ഖമനേയി ബിഫോർ ഹീ ഗോട്ട് മീ എന്നാണ്. അങ്ങനെ സംഭവിക്കുമായിരുന്നോ ശരിക്കും? അല്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് വരാം. ഈ ഒരാളെ അസാസിനേറ്റ് ചെയ്യാൻ ഒരു രാജ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയും നടപ്പിലാക്കിയെടുക്കാൻ അവർക്ക് പറ്റും. അമേരിക്കൻ പ്രസിഡൻറ്റിനെ കൊന്നുകളയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ബട്ട് എളുപ്പമാണ്. ഈ ഒരു രാജ്യത്തിൻ്റെ ഡിറ്റർമിനേഷൻ പോലെ ഇരിക്കും അത്. അതിൻ്റെ പിന്നാലെ തന്നെ പോയിട്ട് ചിലപ്പോൾ 1, 2, 3, 4 വർഷം കൊണ്ട് ഒക്കെയാണ് അത് സാധിക്കുന്നത്. അപ്പോൾ ഇമ്പോസിബിൾ ആണ് എന്നൊന്നും പറയാൻ വയ്യ. ബട്ട് ഇറ്റ് വിൽ ബി ഫൂളിഷ് ഫോർ ദം ടു ഡു. കാരണം അമേരിക്ക ഒരു ഡെമോക്രസിയാണ്. ട്രംപിനെ നിങ്ങൾ വെടിവെച്ച് കൊന്നു എന്ന് വിചാരിക്കുക. അവിടെ അവരുടെ ജനാധിപത്യ സംവിധാനമുണ്ട്. അവിടെ അടുത്ത ഭരണാധികാരി വരും, വൈസ് പ്രസിഡൻ്റ് ആവും ഓട്ടോമാറ്റിക്കലി. അങ്ങനെ അവർ മുന്നോട്ട് പോകും. അതൊന്നും ഒരു ഈ യുദ്ധത്തെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമൊന്നും ആയിരിക്കില്ല. യുദ്ധം ഒന്നുകൂടെ തീക്ഷ്ണമാകുകയുള്ളൂ. അതുപോലെയല്ലേ ഇറാനും എന്ന് ചോദിച്ചേക്കാം. ഇറാനിൽ ഖമനിയെ കൊന്നു കളഞ്ഞു. അവരുടെ സെക്കൻഡ് ലൈൻ ഇപ്പോൾ ഓപ്പറേഷനിൽ വന്നു. സെക്കൻഡ് ലൈൻ വരുന്നതിന് പകരം ഒരു ഓൾട്ടർനേറ്റ് ഗവൺമെൻറ്, ഒരു റെജീം ചേഞ്ചാണ് അമേരിക്കയും ഇസ്രായേലും പ്രതീക്ഷിക്കുന്നത്. അത് അത്ര എളുപ്പമല്ല എന്ന് അവർക്ക് തന്നെ, ഇത് തുടങ്ങുമ്പോൾ അവർക്ക് തന്നെ അറിയാം. ഇറാൻ എന്തൊക്കെ ചെയ്യും, ഇറാൻ്റെ കയ്യിൽ എന്തെല്ലാം ആയതുകൊണ്ട് ഇതെല്ലാം കണക്ക് കൂട്ടിയാണ് ഈ യുദ്ധം തുടങ്ങുന്നത്. വെറുതെ ബ്ലൈൻഡായിട്ട് ഒരു ദേഷ്യം വന്നപ്പോൾ തുടങ്ങിയതല്ലല്ലോ, കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങിയതാണ്. കഴിഞ്ഞ യുദ്ധം അവർ നടത്തി 12 ദിവസം നടത്തി നിർത്തിവെച്ചു. ഇപ്പോൾ ഇത്തവണത്തെ യുദ്ധം എത്ര ദിവസം എന്ന് നെതന്യാഹുവിനും ട്രംപിനും അറിയാം. അവിടെ വെച്ച് അവരത് നിർത്തും. ഇറാൻ ഇപ്പോൾ നിരാശരായിട്ട് കണ്ണിക്കണ്ടവരെ എല്ലാം ആക്രമിക്കുക. ഇപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്ക് അത് വാസ്തവത്തിൽ ഇറാൻ്റെ മാത്രമല്ല ഒമാൻ്റെയും കൂടെയാണ്. അക്കരയിൽ ഇറാനും ഇക്കരയിൽ ഒമാനുമായിട്ട് അതിനിടയ്ക്കാണ് ഈ ഹോർമൂസ് കടലിടുക്ക്. അപ്പോൾ അതിൻ്റെ പകുതി ഒമാന് അവകാശപ്പെട്ടതാണ്. പക്ഷേ മുഴുവനായിട്ടും ഇവരങ്ങ് അടയ്ക്കുകയാണ്. ഞങ്ങളുടെ അതിർത്തിയിലൂടെ പോകാൻ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, ഒമാൻ്റെ അതിർത്തിയിലൂടെയും കപ്പലുകൾ പോകാൻ സമ്മതിക്കില്ല. ഇതാണ് ഇറാൻ്റെ. അപ്പോൾ അത് ഒരു നിരാശരായവരുടെ പ്രതികരണമാണ്. എല്ലാം അലമ്പാകട്ടെ. ഇറാനിപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്താ? അവർ കണ്ണും മൂക്കും അടച്ച് ഇവരെ ഗൾഫ് നാടുകളെ മുഴുവൻ ആക്രമിക്കുന്നു. അപ്പോൾ അവരുടെ കാൽക്കുലേഷൻ, ഗൾഫ് നാടുകൾ ബഹളം വെച്ചിട്ട് അമേരിക്കയോട് പറയും, നിങ്ങൾ കാരണമാണ് ഈ ഏടാകൂടം മുഴുവൻ ഉണ്ടായത്, നിർത്തിവെക്കണോ നിങ്ങളുടെ യുദ്ധം, ഞങ്ങൾക്ക് ജീവിക്കാൻ നിർവാഹമില്ല. മറ്റ് രാജ്യങ്ങളിൽ എണ്ണവില കൂടിക്കഴിയുമ്പോൾ അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങും. എണ്ണവില കൂടുമ്പോൾ എണ്ണയുടെ മാത്രമല്ലല്ലോ, ബാക്കി സകല സാധനങ്ങളുടെയും വില കൂടും. ഓഹരി വിപണി ഇടിയും. ഇപ്പം തന്നെ ഇടിഞ്ഞു. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നിഫ്റ്റി, അത് ഇതൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം ബഹളം വയ്ക്കും, അമേരിക്ക കാരണമാണ് ഇതിൽ കുഴപ്പം മുഴുവൻ, നിർത്തലോ യുദ്ധം എന്നെല്ലാവരും കൂടെ പറയും. അങ്ങനെ യുദ്ധം നിർത്തിക്കിട്ടും. ഇതാണ് ഇറാൻ്റെ കാൽക്കുലേഷൻ. അതിനിടയ്ക്ക് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാകും, എന്നാലും ഞങ്ങൾ ബാക്കിയുണ്ടാവും, നാട്ടുകാരൊക്കെ കൂടിയിട്ട് നിർത്തലായി കലാപരിപാടി എന്ന് പറയും എന്നാണ് അവരുടെ പ്രതീക്ഷ. കുറച്ചൊക്കെ ശരിയുമാണ്. ആ പ്രതീക്ഷയിൽ കുറച്ച് പോയിൻ്റുണ്ട് അങ്ങനെ പ്രതീക്ഷിക്കുന്നതിൽ. ബട്ട് 100% അതങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ വയ്യ. അമേരിക്കയും ഇസ്രായേലും ചെയ്യുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നതിന് മുമ്പ് ഒന്നുകിൽ അവർക്ക് അപ്പർ ഹാൻഡ് ഉള്ളപ്പോൾ യുദ്ധം നിർത്തുക, അല്ലെങ്കിൽ ഇറാൻ്റെ സർവനാശം ഉറപ്പുവരുത്തുക. ഈ രണ്ടിലൊന്ന് അവർ ചെയ്യും. ആദ്യത്തേതിനാണ് സാധ്യത. ഇറാൻ്റെ സർവനാശം പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം ഇറാൻ്റെ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് ഖമേനിക്കുള്ള പോലെ തന്നെ ഇപ്പോഴത്തെ ഭരണകൂടത്തിലും ജനങ്ങളുടെ വലിയൊരു വിഭാഗത്തിൻ്റെ പിന്തുണയുണ്ട്. ജനങ്ങൾ മൊത്തം ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട്
ഈ ഒരു അപ്പർ ഹാൻഡ് ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ കിട്ടി എന്നുള്ളൊരു തോന്നൽ, ഒരു എന്താ പറയുക, ഒരു പെർസെപ്ഷൻ ലോകം മൊത്തം ഉണ്ടാകുന്നു. അവരടിച്ച് കയറി നിൽക്കുകയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ യുദ്ധം നിർത്തും. പക്ഷേ ഇപ്പോൾ ഇറാൻ ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഈ എണ്ണ വ്യാപാരത്തെ മുഴുവൻ നിയന്ത്രണം ഏർപ്പെടുത്തിയോണ്ട് ഈ ലോക രാജ്യങ്ങൾക്ക് മനസ്സിലായില്ല അവരുടെ കയ്യിലാണ് ഇപ്പം മേധാവിത്വം എന്ന്. അതിനെ വെല്ലുവിളിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല. ഇന്ത്യയുടെ കപ്പലുകൾ അവിടെ കുടുങ്ങി കിടക്കുന്നു, കപ്പൽ ജീവനക്കാർ കുടുങ്ങുന്നു. ഈ ഹോർമുസ് കടലിടുക്കിലൂടെ മൊത്തം ലോകത്തിൻ്റെ എണ്ണയുടെ 30% കടന്നു പോകുന്നത്. ബാക്കി 70% വേറെ റൂട്ടിൽ കൂടെയാണ്. ആ 30%-ൻ്റെ 40% ഇന്ത്യയുടെയാണ്. 30-ൻ്റെ 40 ഇതാണ്. അല്ലാതെ നമ്മുടെ മൊത്തം എണ്ണ എങ്ങും നിന്ന് പോയിട്ടൊന്നുമില്ല ഹോർമുസ് കടലിടുക്ക് ആയതുകൊണ്ട്. നമ്മളെ സമയത്തോളം എമർജൻസി ഈ ഹോർമുസ് കടലിടുക്കല്ല, നമ്മളുടെ ഗ്യാസാണ് നമ്മളുടെ പ്രശ്നം. ഗ്യാസ് നമുക്ക് സ്റ്റോറേജ് അത്രയില്ല. ഈ എണ്ണയുടെ സ്റ്റോറേജ് നമ്മുടെ കയ്യിൽ ഒരു 73 ദിവസത്തേക്ക് ഉണ്ട്. ഈ പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത് നമ്മുടെ 25 ദിവസത്തേക്ക് ഉള്ളതാണ്, 90 ദിവസത്തേക്ക് വേണമെന്നാണ് അന്താരാഷ്ട്ര. അല്ല, അത് കണക്ക് പോലെ ഇരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മിനിമം എണ്ണ ശേഖരം ഏതവസ്ഥയിൽ ആവശ്യമാണ്. കാരണം ഈ ബഹളം നടക്കുന്നതിനിടയ്ക്ക് നമ്മളും പാകിസ്ഥാനും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായെന്ന് വയ്ക്കുക, നമ്മളും ബംഗ്ലാദേശും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായെന്ന് വയ്ക്കുക. അപ്പോൾ യുദ്ധാവശ്യങ്ങൾക്കായിട്ട് നമുക്ക് എണ്ണ വേണം. അപ്പോൾ ഈ 73 ദിവസത്തെ എണ്ണ എന്ന് പറയുന്നത് യുദ്ധാവശ്യത്തിനുള്ളത് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 25 ദിവസത്തെയായിട്ട് മാറും, ചിലപ്പോൾ 10 ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ. യുദ്ധാവശ്യത്തിന് ഉണ്ട്. ഈ അവസ്ഥയാണ്. ഇതിൻ്റെ കാൽക്കുലേഷനിലാണ് ആൾക്കാർ പല ഫിഗേഴ്സ് ഇങ്ങനെ, പല റിട്ടയർഡ് മിലിറ്ററിക്കാർ ഇവരൊക്കെ ഓരോ ഫിഗർ ഇങ്ങനെ പുറത്തു വിടും. അപ്പോൾ അതൊന്നും തെറ്റാണെന്നോ ശരിയാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കിതിനെപ്പറ്റി കൃത്യമായ ഗ്രാഹ്യമില്ലല്ലോ എത്ര ദിവസത്തേക്കുണ്ട്. ഈ വിവരമൊന്നും ഗവൺമെൻറ് പുറത്ത് പറയുകയുമില്ല. പക്ഷേ എല്ലാ ഗവൺമെൻറ്റുകളും ഒരു റിസർവ് എണ്ണ എപ്പോഴും വയ്ക്കും. ഗ്യാസ് പക്ഷേ അങ്ങനെ വയ്ക്കാറില്ല, വയ്ക്കാൻ പ്രയാസമാണ്, നമ്മൾ വെച്ചിട്ടുമില്ല. എനിക്ക് തോന്നുന്നത് 2-3 ദിവസത്തേക്കുള്ള ഗ്യാസായിരിക്കും നമ്മുടെ കയ്യിലുള്ളത്. കാരണം നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇവരെയാണ്, ഖത്തറിനെയാണ് ഗ്യാസിന്. അപ്പോൾ അത് നമ്മളൊരു വീക്ക് പോയിൻ്റാണ്. അതാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് കൺസേൺ. അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ ഗ്യാസ് ഗവൺമെൻറ് വെട്ടിക്കുറച്ചു. ഇമ്മീഡിയറ്റ് നടപടി ഉണ്ടാകുന്നുണ്ട്. അതേസമയം എണ്ണയിൽ വെട്ടിക്കുറവില്ല. ഇപ്പോഴും നമുക്ക് എറണാകുളത്ത് ഏത് പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാലും റേഷനൊന്നും ആയിട്ടില്ല. 5 ലിറ്ററേ തരുള്ളൂ, അതിൽ കൂടുതൽ തരില്ല. ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങളൊന്നും വന്നിട്ടില്ല എണ്ണയുടെ കാര്യത്തിൽ. ഗ്യാസിൻ്റെ കാര്യത്തിൽ ഇൻഡസ്ട്രിയൽ പർപ്പസ്, വ്യാവസായിക ആവശ്യത്തിനുള്ള ഗ്യാസിലാണ് ഗവൺമെൻറ് കയറി കട്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് അതാണ് നമ്മളുടെ പ്രിയോറിറ്റി. പക്ഷേ ഇറാൻ്റെ തന്ത്രം ഞെട്ടിക്കുന്നതാണ്. കാരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇറാൻ ഈ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഈ ആക്രമണം നടത്തിയത്. ഇറാൻ്റെ ചിലവ് എന്ന് പറയുന്നത് 29 ലക്ഷം രൂപയെന്നാണ് കണക്ക്. അങ്ങനെയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ അമേരിക്ക ചിലവഴിക്കുന്നത് 33 കോടി രൂപയാണ്. അതായത് താട് പോലെയുള്ള എക്സ്പെൻസീവായിട്ടുള്ള പ്രതിരോധ സംവിധാനം ഉപയോഗിക്കുമ്പോൾ ഇവർ കുറഞ്ഞ നിലവിൽ നിർമ്മിക്കുന്ന ഡ്രോൺ 2500 ഡ്രോണൊക്കെ വിടുന്നു. ആ ഒരു തന്ത്രത്തിൽ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയും ആയുധ ശേഖരവും ഒക്കെ കുറയുകയല്ലേ ചെയ്യുന്നത്? ഇല്ല, അത് അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത് എൻ്റെ ഒരു നോട്ടത്തിൽ ഈ ഗൾഫ് രാജ്യങ്ങൾ ഇത്രയും കാലം സുഖമായിട്ട് കഴിയുകയായിരുന്നു. അവരൊരു തോക്കെടുത്ത് വെടിവെച്ചിട്ടില്ല, ഇന്നുവരെ വെടിവെക്കേണ്ടി വന്നിട്ടില്ല അവർക്ക്. യുദ്ധം അവർ നടത്തിയിട്ടില്ല. പ്രത്യേകിച്ചും എണ്ണ ഉൽപ്പാദനം തുടങ്ങി അവർ കോടീശ്വരന്മാരായ കാലം 1970-71 കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ വളരെ സമ്പൽ സമൃദ്ധമായിട്ട് സുഖിച്ച് ജീവിക്കുകയാണ്. അവന്മാരും ഇതിൻ്റെ ചൂടറിയട്ടെ. അങ്ങനെ ഞങ്ങളുടെ പ്രൊട്ടക്ഷൻ, ഞാനിത് പറയാൻ കാര്യം വെറുതെ ബേസ്ലെസ് ആയിട്ടല്ല. നാറ്റോ രാജ്യങ്ങളോട് ട്രംപ് പറഞ്ഞതെന്താ, ഇത്രയും കാലം നിങ്ങൾ സുഖിച്ചു കഴിഞ്ഞു, ഞാനാണ് നാറ്റോ എന്ന് പറയുന്നത്, ഞാനാണ് നാറ്റോ സഖ്യം എന്ന് പറയും. ഏതെങ്കിലും ഒരു രാജ്യത്തെ തൊട്ടാൽ മറ്റെല്ലാവരും ചേർന്ന് പ്രതിരോധിക്കുന്നു. ആര് പ്രതിരോധിക്കും? ഞാൻ പ്രതിരോധിക്കണം. എൻ്റെയാണ് മുഴുവൻ ആയുധങ്ങൾ. നിങ്ങളുടെ എന്ത് കിഴങ്ങുണ്ട്? ഈ ഉള്ള സാധനം തന്നെ ഞാൻ തന്നതാണ്. നിങ്ങളുടെ പ്രതിരോധ ബഡ്ജറ്റ് എത്രയാണ്? ഫ്രാൻസിൻ്റെ 1%, ജർമ്മനിയുടെ 0.9%, ഇംഗ്ലണ്ടിൻ്റെ 1.5%.
ഇതൊക്കെ നിങ്ങൾക്ക് ഡിഫൻസിന് നിങ്ങൾ 10 പൈസ ചിലവാക്കുന്നില്ല. ഇത് ഈ 1.5% എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാനും പിടിക്കാനും ഒക്കെയുള്ള കാശാണ്. അല്ലാതെ നിങ്ങൾ ആയുധങ്ങൾ വാങ്ങുന്നില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു ടെൻഷനും ഇല്ല. നാറ്റോയുടെ മുഴുവൻ ടെൻഷൻ എൻ്റെ കയ്യിലാണ്, ഞാനിത് ഇട്ട് കളയും. അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഫൻസ് ബജറ്റ് നിങ്ങൾ വർദ്ധിപ്പിക്കുന്നു. എല്ലാവരും അപ് ടു 5% അവരുടെ GDPയുടെ 5% ഡിഫൻസ് ബജറ്റ് വർദ്ധിപ്പിച്ചു. ഇത് ട്രംപിൻ്റെ നേരത്തെ മുതലാണ് ഇത് ഫ്രീ ആയിട്ട് ആരെയും ഞാൻ സംരക്ഷിക്കും എന്ന് വിചാരിക്കേണ്ട. നിങ്ങളുടെയും കൂടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം. അപ്പോൾ ഇപ്പോൾ ട്രംപ് ഗൾഫ് രാജ്യങ്ങളോട് ഒരുപക്ഷെ പറഞ്ഞു കാണും, അല്ലെങ്കിൽ പറയാതെ പറയുന്നത്, നിങ്ങളൊന്ന് സഹിക്കുന്ന, നിങ്ങൾ കയറി അടിക്കുക ഇറാനെ. ഞാൻ അടിക്കേണ്ട അത് നിങ്ങൾ പറഞ്ഞു. സൗദി പ്ലെയിനായിട്ട് പറഞ്ഞില്ല. ഞങ്ങളുടെ രാജ്യത്തുള്ള അമേരിക്കൻ ബേസിൽ നിന്ന് നിങ്ങൾ ഇറാനെ ആക്രമിക്കരുത്. ഞങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇറാനുമായിട്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾക്കാണ് പ്രശ്നമുള്ളത്. അതെവിടെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ചെയ്തോളൂ. ട്രംപ് ചെയ്തത് എന്താ? USS ജെറാൾഡ് ഫോർഡ്, ഈ വിമാനവാഹിനി കപ്പലും അതിൻ്റെ കൂടെയുള്ള 75 വിമാനങ്ങളാണ് അതിലുള്ളത്. ഈ ജെറാൾഡ് ഫോർഡ് കൊണ്ട് നടക്കുന്നത്. അതുകൂടാതെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വിമാനങ്ങൾ, അന്തർവാഹിനി, ഇതൊക്കെ വലിയ സാധനം. അത് കൊണ്ടുപോയിട്ട് ഇസ്രായേലിൻ്റെ ഹൈഫ പോർട്ടിൻ്റെ അടുത്ത് ഇസ്രായേലിനെ പ്രൊട്ടക്ഷനായിട്ട് അവിടെ നിർത്തി. എബ്രഹാം ലിങ്കണെ കൊണ്ടുവന്ന് കടലിലിട്ടിട്ട് അതിൽ നിന്നാണ് ഇറാനെ ആക്രമിക്കുന്നത്. സൗദി അറേബ്യയുടെ ബേസ് ഉപയോഗിക്കുന്നില്ല, ഖത്തറിൻ്റെ ബേസ് ഉപയോഗിക്കുന്നില്ല. അവിടെ അമേരിക്കൻ പട്ടാളക്കാരുണ്ട്, ആയുധങ്ങളുമുണ്ട്, പക്ഷേ ഉപയോഗിക്കുന്നില്ല. കാരണം അവർ പറഞ്ഞു, ഞങ്ങളുടെ സ്ഥലം ഉപയോഗിച്ചിട്ട് ഇറാനെ ആക്രമിക്കരുതെന്ന്. ശരി, എഗ്രീഡ്. എന്നിട്ട് ട്രംപ് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഡീഗോ ഗാർഷ്യയിൽ എനിക്ക് ബേസ് ഉണ്ട്, അവിടെ നിന്ന് ഞാൻ ഓപ്പറേറ്റ് ചെയ്യാം, ഇറാനെ അവിടെ നിന്ന് അടിക്കാം. ഇന്ത്യൻ ഓഷനിലെ അവരുടെ സ്ഥലമാണ് ഡീഗോ ഗാർഷ്യ. അപ്പോൾ ഇംഗ്ലണ്ട് പറഞ്ഞു, ഡീഗോ ഗാർഷ്യ ഞങ്ങളുടെയാണ്, ഞങ്ങൾ അമേരിക്കയ്ക്ക് വാടകയ്ക്ക് തന്നിരിക്കുകയാണ്, ആ സ്ഥലത്തുനിന്ന് ഇറാനെ ആക്രമിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾക്ക് ഇറാനോട് ശത്രുതയില്ല. അപ്പോൾ ട്രംപ് പറഞ്ഞു, ശരി, പണ്ടളങ്ങാനായിട്ട് എനിക്ക് എബ്രഹാം ലിങ്കൺ മാത്രം മതി ഇറാനെ തല്ലാനായിട്ട്, പിന്നെ ഇസ്രായേലും ഉണ്ട്, ഞങ്ങൾ രണ്ടും കൊണ്ട് ചെയ്തോളാം. അങ്ങനെ എബ്രഹാം ലിങ്കൺ, USS എബ്രഹാം ലിങ്കൺ എന്ന ഒറ്റ കപ്പലിൽ നിന്നാണ് അമേരിക്കയുടെ ഓപ്പറേഷൻ, ഇറാൻ ഓപ്പറേഷൻ. ബാക്കി ഇസ്രായേൽ ചെയ്യും. ഇതാണ് ട്രംപ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇറാൻ, സൗദിയുടെയൊക്കെ കാൽക്കുലേഷൻ എന്തായിരുന്നു? ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ തന്നെ US താവളങ്ങളായിരിക്കും ആക്രമിക്കുന്നത്, സിവിലിയൻസിനെ ആക്രമിക്കില്ല എന്ന് വിചാരിച്ചു. ഇറാൻ നേരെ തിരിഞ്ഞു. US-ൻ്റെ ബേസ് അവർ ആക്രമിക്കുന്നില്ല, അവരതിന് പകരം സൗദി അറേബ്യയുടെ ആറാംകോ റിഫൈനറി, ഇവരുടെ ഗ്യാസ് ഇൻസ്റ്റലേഷൻ, ഒമാൻ്റെ ഖത്തറിൻ്റെ ഗ്യാസ് ഇൻസ്റ്റലേഷൻ, ഒരു കാര്യത്തിനില്ലാതെ സമാധാന ചർച്ചയ്ക്ക് കൂടി നടക്കുന്ന ഒമാനിലേക്ക് ഒരാക്രമണം, ഇതൊക്കെയാണ് അവർ ചെയ്തത്. എന്നാൽ ഇവർ തിരിച്ചടിക്കാൻ ഫൈനലി കുവൈറ്റ് പറഞ്ഞു, ഞങ്ങളടിച്ച് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവർ വെടിവെച്ചു. അത് ട്രംപിൻ്റെ വിമാനമായിരുന്നു, അത് താഴ്ത്തി. കാരണം ഇത് ചെയ്ത് ശീലമില്ല. വിമാനം കണ്ടാൽ വെടിവെച്ചേക്കണം. അത് ഞാൻ ഏറ്റ് ചേട്ടാ ഇപ്പോൾ കാണിച്ചു തരാം, 4 എണ്ണം പടപട താഴെ. അയ്യോ, ഇത് നമ്മുടെ തന്നെയാണല്ലോ. ശീലമില്ല. ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ ചെയ്ത് ശീലമുള്ളവന്, ഇപ്പോൾ ഭാരതത്തിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ? നമ്മളെവിടെ ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ചെയ്തതുകൊണ്ട് നമ്മുടെ ആൾക്കാർ വളരെ അപ്ഡേറ്റഡാണ്. ചൈന 62-ൽ നമ്മളുമായിട്ട് യുദ്ധം ചെയ്തതല്ലാതെ ചൈന അതിനുശേഷം യുദ്ധം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഈ ആയുധവും സംഗതിയൊക്കെ കയ്യിലുണ്ടെങ്കിലും ചൈന ചിലപ്പോൾ തോറ്റ് തുന്നമ്പാടിയെന്ന് വരും. ചെയ്ത് ശീലം വേണ്ടേ? അപ്പോൾ അതുപോലെയാണ് ഈ ഗുസ്തിക്കാരൻ ഗുസ്തി അറിയാമെന്ന് പറഞ്ഞ് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കൊച്ചു പയ്യൻ വന്നിട്ട് ഇയാളെ തോപ്പിച്ചിട്ട് പോകും. ഡെയിലി ഗുസ്തി പിടിച്ച് അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നിർത്തണം. അതുപോലെയാണ് യുദ്ധം. ഇടയ്ക്കിടയ്ക്ക് ചെയ്തില്ലെങ്കിൽ ഈ എക്സർസൈസ് ചെയ്യുന്നത് എന്തിനാണ്? ജോയിൻ്റ് എക്സർസൈസ് എന്നൊക്കെ പറഞ്ഞ് കടലിലും ഒക്കെ ചെയ്യുന്നില്ലേ, അത് ഇതിൻ്റെ പ്രാക്ടീസാണ്, യുദ്ധത്തിൻ്റെ പ്രാക്ടീസാണ്. ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാനേ പറ്റില്ല, തുരുമ്പ് പിടിച്ചു പോകും, മനുഷ്യ ശരീരം തന്നെ തുരുമ്പ് പിടിച്ചു പോകും. അപ്പോൾ ഈ ഒരു പ്രശ്നം ഈ ഗൾഫ് നാടുകൾക്കുണ്ട്. അവരിന്ന് വരെ യുദ്ധം ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം ചെയ്യാൻ പോയപ്പോൾ ആദ്യം അമേരിക്കയുടെ വിമാനം വെടിവെച്ചിട്ട് നാളെ അവർ
ഇറാനെ തന്നെ എന്നാലും ബൈ ആൻഡ് ലാർജ് അവർ നന്നായിട്ട് പ്രതിരോധിക്കുന്നുണ്ട്. ഇറാൻ അയക്കുന്ന മിസൈലുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഗൾഫ് ഭസ്മമാകേണ്ട സമയം കഴിഞ്ഞു. ഇവർ 98 എണ്ണമൊക്കെ അയച്ചിട്ട് ഒരൊറ്റ എണ്ണം നിലം തൊടാതെയാണ് സൗദി അറേബ്യ കൈകാര്യം ചെയ്തത്, UAE കൈകാര്യം ചെയ്തത്. UAE കുറച്ചുകൂടെ മിടുക്കന്മാരാണ് അക്കാര്യത്തിൽ. സൗദി അറാംകോയിൽ അറ്റാക്ക് ചെയ്തു. UAEയിൽ ഒരു ഇൻസ്റ്റലേഷനും ഇവർക്ക് തൊടാൻ പറ്റിയിട്ടില്ല ഇറാൻ. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ ഈ യുദ്ധത്തിൽ ഇസ്രായേലിൽ 10 പേര് മരിച്ചു ഇതുവരെ. ഇവിടെയും 10 പേരാണ് മരിച്ചിരിക്കുന്നത്. പക്ഷെ മരിച്ചിരിക്കുന്നത് സൗദി അറേബ്യ, UAE, ദുബായ്, പിന്നെ ഈ പറഞ്ഞ ഖത്തർ, ഒമാൻ, ഇതൊക്കെ ഈ രാജ്യങ്ങളെല്ലാം ചേർന്നിട്ടാണ് 10 പേര് മരിച്ചിരിക്കുന്നത്. മറ്റത് ഒറ്റ സ്ഥലത്ത് 10 പേര് മരിച്ചു ഇസ്രായേൽ. അതെ. അപ്പോൾ ഇവർ മോശക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവരും വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചില അബദ്ധങ്ങൾ അവർക്ക് പറ്റുന്നുണ്ട്. യുദ്ധം ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് സ്വന്തം വിമാനത്തെ വെടിവയ്ക്കുക, അല്ലെ അമേരിക്കയുടെ തന്നെ വിമാനത്തെ വെടിവയ്ക്കുക, ഇങ്ങനത്തെ ചില അബദ്ധങ്ങൾ സംഭവിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് അത് ഗ്രേസ്ഫുള്ളി പറഞ്ഞു. അത് അവർക്ക് പറ്റിയ അബദ്ധമാണ്, അവർക്ക് അറിയില്ല, അതുകൊണ്ട് സംഭവിച്ചതാണ്. ഏതായാലും അമേരിക്കയുടെ 4 പട്ടാളക്കാർ മരിച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം നിസ്സാരമൊന്നുമല്ല, അവർ ശരിക്ക് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ദൂരം ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നു. ഡൊണാൾഡ് ട്രംപിന് ഏകദേശം കൂച്ചുവിലങ്ങിട്ടാണ് മറ്റ് രാജ്യങ്ങൾ നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലണ്ട് ഇത് മാറ്റി, ഡിഗോ ഗാർഷ്യയുടെ എംബാർഗോ മാറ്റി. അവർ പറഞ്ഞു ഇത് വളരെ സീരിയസ് ആണ്, ഞങ്ങൾ ഈ യുദ്ധത്തിൽ ചേരുന്നു. കാരണം ഇറാൻ സൈപ്രസിൽ ഈ ഇംഗ്ലണ്ടിൻ്റെ UK ബേസിലേക്ക് അറ്റാക്ക് നടത്തി. അപ്പോൾ UK ചൂടായിട്ട് പറഞ്ഞു ഇനി ഞങ്ങൾ മുൻപിൽ നോക്കാനല്ല, ഞങ്ങൾ ഇറാനെ തന്നെ എന്ന് പറഞ്ഞ് UK തൊട്ട് പിന്നാലെ ഫ്രാൻസും ജർമ്മനിയും രംഗത്തിറങ്ങി. അങ്ങനെയാണ് ഇത് ഇപ്പോൾ വലുതായിട്ട് നിൽക്കുന്നത് യുദ്ധം. പക്ഷേ ഞാനീ പറഞ്ഞ പോലെ ഇത് അവസാനിപ്പിക്കാൻ അവർക്കൊരു അപ്പർ ഹാൻഡ് കിട്ടുന്ന ഒരു അവസ്ഥ അവർ നോക്കിയിരിക്കുകയാണ്. ആ സമയത്ത് അവർ നിർത്തും. അപ്പോൾ അതുവരെ തൽക്കാലത്തേക്ക് ഈ ഗൾഫ് രാജ്യങ്ങൾക്കൂടെ ഒരു ചെറിയ പണി കിട്ടിക്കോട്ടെ എന്ന് അമേരിക്കയും കരുതി. അത് വെച്ചാൽ ട്രംപ് ഇത് നാറ്റോയോട് അന്ന് പുള്ളി തുറന്ന് പറഞ്ഞതാണ്, എൻ്റെ ചിലവിൽ ആരും സൂഹിക്കാമെന്ന് വിചാരിക്കേണ്ട, ഞാനും ചിലവ് വഹിക്കുമ്പോൾ ഞാൻ തന്നെയാണ് മുഴുവൻ വഹിക്കുന്നത്, എനിക്കിനിയും വയ്യ, ഞാനെന്തിനാ നിങ്ങളെയൊക്കെ സംരക്ഷിച്ച് ഞാൻ ഈ ആരോഗ്യവും പണമൊക്കെ കളയുന്നത്? നാറ്റോയാണെന്ന് പറയും. ഒറ്റ ഒരുത്തിനും ഉത്തരവാദിത്തം മുഴുവൻ അമേരിക്കയുടെ തലയിലാണ്. യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻ ചിലവ് മുഴുവൻ അമേരിക്കയാണ് വഹിക്കുന്നത്. ബാക്കി രാജ്യങ്ങൾ 10 പൈസ കൊടുക്കില്ല. ട്രംപ് പറഞ്ഞു എനിക്ക് നാട്ടിലെ ഹ്യൂമൻ റൈറ്റ്സ് മുഴുവൻ സംരക്ഷിക്കുക, കാശ് മുടക്കാൻ ഞാൻ. അത് ഈ ഹ്യൂമൻ റൈറ്റ്സ് മുഴുവൻ കള്ളന്മാരുമാണ്. മുഴുവൻ ഇസ്ലാമിസ്റ്റ് റാഡിക്കൽ ഇസ്ലാമിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരാണ് ഹ്യൂമൻ റൈറ്റ്സ് ഇരിക്കുന്നത്. അവരെ ഞാനിതിൻ്റെ ഫൈനാൻസ് ചെയ്യണമെന്ന് പുള്ളി അതിൽ നിന്ന് പിന്മാറി. യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് ആരാന്ന് വെച്ച് നടത്തിക്കോ, അമേരിക്ക അതിനകത്തില്ല എന്ന് പറഞ്ഞു. പുള്ളി ഫണ്ടും നിർത്തി, അതിൻ്റെ മെമ്പർഷിപ്പും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അമേരിക്കയുടെ ദൃഷ്ടിയിലും നോക്കും സിനിജി. അയാൾ അമേരിക്കയ്ക്ക് വേണ്ടി എടുക്കേണ്ട തീരുമാനങ്ങൾ അയാൾ എടുക്കുന്നു. അയാൾ സ്വാർത്ഥനാണ്. ഓരോ ഭരണാധികാരിയും അവരവരുടെ രാജ്യത്തിൻ്റെ സ്വാർത്ഥത നോക്കും, താല്പര്യം നോക്കും. അത് അമേരിക്ക നോക്കുമ്പോൾ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇറാൻ നോക്കുമ്പോൾ അതും തെറ്റൊന്നുമല്ല. ഇപ്പോൾ ലോകത്തിൽ ഈ താല്പര്യങ്ങളുടെ സംഘർഷത്തിൽ ശരി തെറ്റുകൾ എന്ന് പറയുന്നത് അതിന് വലിയ പ്രസക്തിയില്ല. താല്പര്യങ്ങളാണ്. ഇപ്പം നമ്മൾ വലിയ ന്യായവും ധർമ്മവും ഒക്കെ പറയുന്ന ആൾക്കാരാണ്. നമ്മുടെ മേൽ നോക്കുന്ന കാര്യം എന്ന് നമ്മൾ വിടുക. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ കാണിച്ചതെന്താ? അവൻ്റെ അടിച്ച അണ്ടം കയറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ തൊടുന്നത് വരെ നമ്മൾ വലിയ ന്യായങ്ങൾ, കവിതകളൊക്കെ പറയും. അപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറും. അതെല്ലാ രാജ്യവും അങ്ങനെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.